എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതുപോലെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ പഠിച്ചു, വളർച്ചയും വികാസവും പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഗാഗ്നിയുടെ തിയറീസ് പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട വികാസം എന്ന ടേമിനെ കുറിച്ച് നമുക്കറിയാം, വികാസം എന്ന ടേമിനെ കുറിച്ച് അറിയാം. അപ്പോൾ ആ വികാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും നൈതികം എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? മൊറാലിറ്റി, അങ്ങനെയൊക്കെയുള്ള വികാസങ്ങളുണ്ടല്ലേ. അപ്പോൾ അതേ പറ്റിയിട്ടുള്ള 2 സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, വികാസ സിദ്ധാന്തങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് ചോദ്യം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഒരാളാണ് ഉത്തരം. 2024 ചോദ്യമാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു കേട്ടിട്ടുണ്ട് ചോദ്യം കേട്ടോ. ഇനി അടുത്തത്, എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തിയറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? നല്ല ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. 1, 2, 3, 4. അതിൽ തന്നെ 1, 3 ഉണ്ട്, 1, 4 ഉണ്ട്, 2, 4 ഉണ്ട്. ഇവയൊന്നുമല്ല. അതും 2024 ഏറെ കുഴപ്പിക്കുന്ന, ഒരുപാട് പേർക്ക് മൈനസൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നേ. കാരണം നേരെ 1, 2, 3, 4 അല്ലെ ABCD തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആൻസർ നമുക്കൊരു ഊഹം കാണും. ഇത് 1, 2 കൂടെ ആണോ, 2, 3 കൂടെ ആണോ, 3, 4 കൂടെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ട് വരും. അപ്പം നമ്മൾ നന്നായിട്ട് തിയറി പഠിക്കുക, നമ്മൾ സിദ്ധാന്തം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ 1, 2 ഇട്ടാലും 2, 3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുമോ? ഇല്ല. അപ്പം അതാണ് അവിടുത്തെ ഒരു പോയിന്റ്. ഓക്കെ, തൻ്റെ താല്പര്യത്തിന് അനുസരണമായി നിയമങ്ങൾ അനുസരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യുന്ന വ്യക്തി കോൾബർഗിന്റെ സാൻമാർഗിക വികാസ ഘട്ടം. അപ്പോഴും നമുക്ക് മനസ്സിലായി ഇന്ന് പഠിക്കാൻ പോകുന്ന 2ാമത്തെ തിയറി ഏതായിരിക്കും? കോൾബർഗിന്റെ സാൻമാർഗിക വികാസ സിദ്ധാന്തം, മോറൽ ഡെവലപ്മെന്റ് തിയറിയാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, അതനുസരിച്ച് അത് ഏത് ഘട്ടത്തിലാണ് ആ കുട്ടി ഉൾപ്പെടുത്തുന്നത്? അതിനും 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇതിൻ്റെ ആൻസർ അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സിദ്ധാന്തം പഠിച്ചേ പറ്റൂ. 2020 ചോദ്യമാണേ. കോൾബർഗ് ശ്രദ്ധ ചെലുത്തിയ മേഖല ഏത്? അദ്ദേഹം ഏത് മേഖലയിലാണ് പഠനം നടത്തി നമുക്ക് മോറൽ ഡെവലപ്മെന്റ് തിയറി എന്ന് പറഞ്ഞൊരു തിയറി തന്നത്? അതിനും 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എറിക്സൺ മുൻകൈയെടുക്കലും കുറ്റബോധവും എന്ന പ്രായത്തെ, അല്ലെങ്കിൽ ആ ഒരു മുൻകൈയെടുക്കലും കുറ്റബോധവും എന്ന ആ ഒരു ഘട്ടം സൂചിപ്പിക്കുന്ന വയസ്സ് ഏതാണ്? 3 മുതൽ 6 വരെയുണ്ട്, 2 to 6 ഉണ്ട്, 0 എന്ന് വെച്ചാൽ ജനനം മുതൽ 6 വയസ്സ് വരെയുണ്ട്, 1 to 6 ഉണ്ട്. 2018 ചോദ്യമാണ്. വയസ്സൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം, കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണേ. അടുത്തത്, എറിക്സന്റെ അഭിപ്രായത്തിൽ ആദി ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ആദിബാല്യം, അന്ത്യബാല്യം, പിൽക്കാല ബാല്യം എന്നൊക്കെ കേട്ടിട്ടില്ലയോ? ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, അതൊക്കെയാണ് സംഭവം. 2017 ചോദ്യമാണ്. അതിന് 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് മനോസാമൂഹിക വികാസ സിദ്ധാന്തം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. ആരുടേതാണ്? എറിക്സന്റെ തിയറിയാണ് കേട്ടോ. എറിക്സന്റെ തിയറി കേൾക്കാം. താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്നൊരു കോട്ട ആരുടേതായിരുന്നു? എറിക്സൺ. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലുള്ളൊരു ചൈൽഡാണ്. ഏതൊരു വ്യക്തിയും സൊസൈറ്റിയുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ് അല്ലേ, സൊസൈറ്റിയുമായിട്ട് ലയിച്ച് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെയും വികസനത്തിലുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും സാമൂഹിക ഘടനയനുസരിച്ച്, സാമൂഹികപരമായിട്ട് മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ ഉതകുന്നതായിരിക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ പ്രധാനമായിട്ടും കുറച്ചുണ്ട്. ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ജനനം മുതൽ മരണം വരെ ഇന്ന സ്റ്റേജിലൊക്കെ അവർ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നായിരിക്കും പോകുന്നത്. അവരുടെ വികസനത്തിന് ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ അവിടെ എന്താണ്, അവർക്ക് പ്രതിസന്ധികളും ഉണ്ടാവും. ആ പ്രതിസന്ധിയെ തരണം ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും നേടേണ്ടതായിട്ടുള്ള വികസനം അവർക്ക് ശരിയായ രീതിയിൽ നേടാൻ കഴിയില്ല. അത് മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തെ ബാധിക്കും. ഇതാണ് ഈ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്. സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ഒരു മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അപ്പം എന്താണ് ആ സംഭവം എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യം, ജർമ്മനിയാണ് എറിക്സന്റെ സ്ഥലം. എറിക്സന്റെ പ്രധാന പുസ്തകങ്ങളുടെ പേരൂടെ നമ്മളൊന്ന് പറയണം. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, യങ് മാൻ ലൂതർ 1958 ടെക്സ്റ്റാണ്. ഈ ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി 1950 ആണ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിസ് ട്രൂത്ത് 1969, അങ്ങനെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളോടൊപ്പം ഐഡന്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ് 1968. ഈ 2 ടെക്സ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. എന്നാലും ഓർക്കണം. എന്നാലും ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റിയും ഐഡന്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസും ഈ 2 ടെക്സ്റ്റും വളരെയധികം അദ്ദേഹത്തിന് പ്രാധാന്യം ഉള്ള 2 ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റുകളുടെ പേരൊന്നുകൂടെ നോക്കിയേ. ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ഉണ്ട്, ദ ഗാന്ധിസ് ട്രൂത്ത്, ഐഡന്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസ്, യങ് മാൻ ലൂതർ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് നമ്മുടെ എറിക്സൺ ഉള്ളത്. ഓക്കെ, നോക്കാം. എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നത് 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ്. ഒരു വ്യക്തിക്ക് ഓരോ ഘട്ടം പിന്നിടുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവും, അതിനെ തരണം ചെയ്യും, മുന്നോട്ട് പോകും. നമ്മൾ കേട്ടിട്ടുണ്ട് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, സാമൂഹിക വികാസ സിദ്ധാന്തം 8 പ്രധാനപ്പെട്ട സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും അവർക്ക് സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നേടുകയാണെങ്കിൽ ഓക്കെ, അവരുടെ പ്രതിസന്ധി ഒന്നുമില്ല, അവർ മുന്നോട്ട് നല്ല ശരിയായ രീതിയിൽ വികസനത്തിലൂടെ പോകും. എന്നാൽ അവരുടെ ആ ഒരു വികസന സവിശേഷതകൾ നേടിയില്ല എങ്കിൽ മാത്രമാണ് അവിടെ പ്രതിസന്ധി ഉണ്ടാവുന്നത്. ആ പ്രതിസന്ധിയോടെ കൂടിയാണ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റേജ് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ജീവിത വിജയത്തിന് കാരണമാകുന്ന ആവശ്യമായ ഘടകങ്ങൾ ഒരു വ്യക്തിയിൽ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി ചില സാഹചര്യങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രതിസന്ധിയാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മളുടെ ജീവിത വിജയം ഭയങ്കര ബുദ്ധിമുട്ടി മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ വിജയിക്കും, പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റിയെയും മറ്റ് വികസനത്തെയൊക്കെ വളരെയധികം ബാധിക്കും. ചിലപ്പോൾ വിജയിക്കാൻ സാധിക്കാതെയും വരാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് വിശ്വാസം, അവിശ്വാസം, ട്രസ്റ്റ്, മിസ്ട്രസ്റ്റ്. നമ്മൾ ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള ഒരു ഏജ്, അപ്പോൾ ജനിച്ചു വീഴുന്ന സമയം അല്ലേ, ജനിച്ചു വീഴുന്ന സമയം. എന്തുമായിരിക്കും വിശ്വാസ അവിശ്വാസത്തിൻ്റെ പ്രത്യേകത? ജനനം മുതൽ 1.5 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സമയം ഏറ്റവും കൂടുതൽ വിശ്വാസം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. നോക്കിയേ, അമ്മയിൽ നിന്ന്. അമ്മയും കുഞ്ഞും കൂടെ ഉള്ള ബന്ധമാണ് ഈ സമയത്തുള്ളത്, വളരെ ശക്തമായ ബന്ധമാണ്. ഈ സമയത്ത് അമ്മയിൽ നിന്ന് നമുക്ക് ആവശ്യമായ പരിചരണം, സ്നേഹം, ഭക്ഷണം, സാമീപ്യം ഇവ ലഭിക്കുകയാണെങ്കിൽ കുഞ്ഞിൽ വിശ്വാസം എന്ന ഘടകമാണ് ഉണ്ടാകുന്നത്. മറിച്ചായാൽ ഈ സമയത്തൊക്കെ ഉപേക്ഷിക്കുന്ന അമ്മമാരുണ്ട്, സ്നേഹം കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ പല അവസരങ്ങളിലും കുഞ്ഞിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ലഭിക്കാതെ വരാം. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഘടകം, അവരുടെ വികസനത്തിൻ്റെ ആ പാതയിൽ ഉണ്ടാകുന്ന ഒരു ഘടകമാണ് അവിശ്വാസം എന്ന് പറയുന്നത്, മിസ്ട്രസ്റ്റ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കേ, വിശ്വാസം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ബേസേ കറക്റ്റായി, അടിത്തറ ശരിയായില്ലേ, പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ആ വികസനത്തിൻ്റെ തോത് ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകും. എന്നാൽ മറിച്ച് ചിന്തിച്ചേ, അമ്മയിൽ നിന്ന് ശരിയായ പരിചരണമോ സ്നേഹമോ സാമീപ്യമോ ഒന്നും ലഭിക്കുന്നില്ല. ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ് കേട്ടോ, വയസ്സ് മറന്നു പോകരുത്. ജനനം ടു 1.5 വയസ്സ് വരെ. ആ സമയത്ത് അവിശ്വാസമാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരുടെ ഭാവി ജീവിതത്തിലും അവിശ്വാസം എന്ന് പറയുന്ന ഫാക്ടർ അവരിൽ തന്നെ കിടക്കും. പിന്നെ നാളെ കാലത്ത് അവരാരെയും വിശ്വസിക്കത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സംശയരോഗങ്ങളൊക്കെ കൂടുതലുള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവനവൻ്റെ അമ്മയിൽ നിന്ന് അവർക്ക് വിശ്വാസം ലഭിച്ചില്ല, പിന്നീട് ലോകത്ത് ആരെങ്കിലും ഒരു വിശ്വസിക്കുകയുമില്ല. അവിശ്വാസം എന്ന ഫാക്ടർ ആയിരിക്കും അവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരുടെ പേഴ്സണാലിറ്റിക്കൊക്കെ വളരെയധികം ദോഷം അതിനെ ചെയ്യും. അതാണ് ഒന്നാമത്തെ. എളുപ്പമല്ലേ? ഇനിയാണ് നമ്മൾ രണ്ടാമത്തത് പഠിക്കുന്നത് സ്വാശ്രയത്വം അല്ലെങ്കിൽ ലജ്ജാ സംശയം. ഓട്ടോണോമി വെസ് ഷെയിം ഓർ ഡൗട്ട്. ഓട്ടോണമി, ഈ ഒരു വയസ്സെന്ന് പറയുന്നത് 1.5 to 3 വയസ്സാണ്. എല്ലാ കാര്യങ്ങളും ചാടി പിടിച്ച് ചെയ്യണമെന്നൊരു ത്വര വരുന്നൊരു സമയമാണ്. ശ്രദ്ധിച്ചാൽ മതി, ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടി നടക്കുന്ന ഒരു സമയം 1.5 to 3. എല്ലാ കാര്യങ്ങളും ഓട്ടോണമി, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരു ധാരണയാണ് കുഞ്ഞുങ്ങളിൽ ഈ സമയം ഉണ്ടാകുന്നത്. അപ്പം നമ്മളെന്ത് വിചാരിക്കുന്ന മുതിർന്നവരോ, അയ്യോ മുറിയുമല്ലോ, ദേഹം വീഴുമല്ലോ, ചാടിയ മുറിവുണ്ടാകുമല്ലോ, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഓടി അവരുടെ പിറകെ പോകും. അവരാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കൈ വിടിയിപ്പിച്ചിട്ടേ അവർ സ്വന്തമായിട്ട് നടക്കാൻ ശ്രമിക്കും. അത് സ്വാശ്രയത്വം എന്ന് പറഞ്ഞ ഫാക്ടർ ആർജിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ അവരിൽ ആ ഘടകം ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നാൽ നമ്മൾ അയ്യോ വീഴുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞിനെ തന്നെ നടക്കാതെ അതിൻ്റെ പുറകെ പോയി എടുക്കുകയോ ഒക്കെ ചെയ്ത് അവരെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഏത് ഘടകമാണ് വരുന്നതെന്നറിയാമോ? ലജ്ജ, നാണം വരും. കാരണം പിന്നീട് അങ്ങോട്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണോ എന്നുള്ളൊരു സംശയം, ലജ്ജ എന്നീ ഫാക്ടർ ആയിരിക്കും വരുന്നത്.
പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം വരുമ്പോഴും അവർക്ക് ഈ നാണവും ഈ സംശയമൊക്കെ മുന്നിട്ട് നിൽക്കും. അതാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്നത്. അതേസമയം പ്രതിസന്ധി ഘട്ടം തരണം ചെയ്താലോ സ്വാശ്രയത്വം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയൊരാൾക്കാർ, ചില ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. എന്താ കാര്യം? അവർക്ക് കുട്ടിക്കാലത്തെ ഓട്ടോണോമി എന്ന് പറയുന്ന ഫാക്ടർ അവർക്ക് സാധിച്ച് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാനുള്ള പ്രവണത ആരംഭിക്കുന്ന ഘട്ടം. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ ഘട്ടമാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം. ഇംഗ്ലീഷിലെ ഇനിഷ്യേറ്റീവ് വെസ് ഗിൽറ്റ്. മുമ്പേ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങത്തേ ഉള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം, ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. 3 to 6 വയസ്സ് വരെ തന്നെത്താനെ ചെരുപ്പൊക്കെ കയറ്റിയിടുന്നു, അതുപോലെ ഷൂലെസ് കെട്ടാൻ ശ്രമിക്കുന്നു, ബട്ടൺസ് ഇടുന്നു, ഷർട്ടിൻ്റെ ഉടുപ്പ് തന്നെത്താനെ എടുത്തിടാൻ നോക്കുന്നു, ടോയ്ലറ്റ് ഈ സമയത്തൊക്കെ ടോയ്ലറ്റൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നുവെച്ചാൽ എല്ലാം അങ്ങനെ ചെയ്യണം. അവർക്ക് സ്വന്തമായിട്ട് കുളിക്കാൻ ആഗ്രഹം, സ്വന്തമായിട്ട് ആഹാരം വാരി കഴിക്കാൻ ആഗ്രഹം. ആഹാരമൊക്കെ വാരി കഴിക്കുന്നത് ഒരു കൈ കൊണ്ടൊന്നുമല്ല, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇരു കൈ കൊണ്ടൊക്കെ ആയിരിക്കും വാരി കഴിക്കുന്നത്. ഓക്കെ, കാരണം അവർക്ക് ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ ജനറലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ ശക്തമാകുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ നമ്മളതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരിൽ എപ്പോഴും ഇനിഷ്യേറ്റീവ്, മുൻകൈയെടുക്കൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവർക്കുണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ സമ്മതിക്കാതിരിക്കുമ്പോഴാണ് അവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നത്. എല്ലാ കാര്യത്തിനോടും ഒരു ഗിൽറ്റി എഫക്റ്റ്, ഒരു തെറ്റാണോ ഞാൻ ചെയ്തത്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ അത്രയും വെള്ളം എടുത്ത് കളയണ്ടായിരുന്നു, അമ്മ സമ്മതിച്ചില്ലല്ലോ ഞാൻ ബാക്കി വെള്ളത്തിൽ കുളിക്കാൻ. അപ്പോൾ അതൊക്കെ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു നിഴലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് പ്രീ സ്കൂൾ ഏജാണ്, സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലം. അപ്പം ഇങ്ങനൊരു ചോദ്യം ഇവിടെ വരാം. എറിക്സന്റെ മനോസാമൂഹിക വികാസഘട്ടങ്ങളിൽ സംഘബന്ധ പൂർവ്വകാലം പ്രീ ഗ്യാങ് ഏജ് ഏതാണ്? ഇതാ കേട്ടോ. അപ്പം നിങ്ങളുടെ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്താ? പ്രീ സ്കൂൾ ഏജ് ആണ്, സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലമാണ്, കളിപ്പാട്ടങ്ങളുടെ കാലമാണ്, ടോയ് ഏജ് കേട്ടോ, കളിപ്പാട്ടങ്ങളുടെ കാലമാണ്, സംഘബന്ധ പൂർവ്വകാലമാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 3 to ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. 3 to 6 വയസ്സ് നമ്മുടെ ഏതാണ്? മുൻകൈയെടുക്കൽ കുറ്റബോധം, ഇനിഷ്യേറ്റീവ് ഗിൽറ്റ് വന്ന സമയത്ത് സംഘബന്ധ പൂർവ്വകാലമാണ്. ടോയ് ഏജാ, കളിപ്പാട്ടങ്ങളുടെ കാലമാണ്, സ്കൂളിലോട്ട് അവർ പോയിട്ടില്ല, പിന്നെ നമ്മുടെ ഗ്യാങ്ങിലോട്ട് എത്തിയില്ല, അവർക്ക് അതിനേക്കാൾ മുമ്പുള്ള സമയമാണ്, പ്രീ ഗ്യാങ് ഏജ് ആണ്, ടോയ് ഏജാ, കളിപ്പാട്ടങ്ങളുടെ കാലമാണ്. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യുന്നു, സ്വന്തമായിട്ട് വരയ്ക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ അതിനെ തടയുമ്പോഴാണ് അവരിൽ ഏത് ഫാക്ടർ ഉണ്ടാകുന്നത്? കുറ്റബോധം. അപ്പം നമുക്കൊക്കെ മക്കൾ ഈ ഏജിലൊക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിനെയൊക്കെ ഒന്ന് സമ്മതിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും മുൻകൈയെടുക്കൽ, ആ ഒരു ആത്മവിശ്വാസം, അത് ആ ഒരു ഫാക്ടർ എപ്പോഴും അവരിലുണ്ടാവും കേട്ടോ. വയസ്സോർത്തോണേ. അടുത്തതാണ് അധ്വാനം വെസ് അപകർഷത, ഇൻഡസ്ട്രി വെസ് ഇൻഫീരിയോറിറ്റി. അതിൻ്റെ പ്രായം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. പിള്ളേരെവിടെ ചെന്നു? സ്കൂളിൽ ചെന്നു. ഗ്യാങ് ഏജ് അല്ലേ? സംഘബന്ധങ്ങളുടെ കാലം. സ്കൂളിൽ ചെന്നു, സ്കൂളിലെ കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തു, അധ്യാപകരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കി, ശ്രമിക്കുന്നുണ്ട്. അവർ വീട്ടിൽ നിന്നും വേറൊരു ലോകത്തേക്ക് എത്തിപ്പെട്ടു, പുതിയൊരു ലോകത്തേക്ക്. എവിടെയാ? സ്കൂൾ എന്ന് പറയുന്ന ലോകം. അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് എല്ലാ കാര്യവും ചെയ്യണം, അധ്വാനം, നല്ല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏതൊരു കാര്യവും ബെഞ്ചെങ്ങാനും പിടിച്ചിടാൻ പറയുന്ന സമയത്ത് ഞാൻ ബെഞ്ച് പിടിച്ചിടാന്ന് പറഞ്ഞ് ഓടുന്നവർ പിള്ളേരുണ്ട്. സ്റ്റാഫ് റൂമിൽ വരെ പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ കുട്ടികളൂടെ ചാടി ഞാൻ പോവാം, ലീഡറാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആരെ ആക്കണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടെ കൈപോക്കുന്ന കാണാം. എന്താണ്? അധ്വാനത്തിനാണ് പ്രാധാന്യം. ഇൻഡസ്ട്രി, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നേടണം എന്നുള്ളൊരു വാശി വരുന്നൊരു സമയമാണ് അധ്വാനം, അപകർഷത എന്ന് പറയുന്ന 6 to 12 വയസ്സ് എറിക്സന്റെ. എന്നാൽ ഈ സമയത്ത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. ഈ ഒരു പ്രായം വന്ന സമയത്ത് എൻ്റെ മോൾ എല്ലാ ഡാൻസ് പ്രോഗ്രാമിന് KVയിലാണ് പഠിക്കുന്നത്. അവർക്കാണെങ്കിൽ എല്ലാ അസംബ്ലിക്കും എന്തെങ്കിലുമൊക്കെ കൾച്ചറൽ പ്രോഗ്രാമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പട്ടുപാടിയും പട്ടു ബ്ലൗസോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒപ്പിച്ചു കൊടുക്കാം. ഹിമാചൽ പ്രദേശിൻ്റെയും അതുപോലെ ത്രിപുരയുടെയൊക്കെ ഡാൻസ് വരും. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ്യൂം ഒപ്പിക്കാൻ ഒന്ന് നമ്മൾ വാടകയ്ക്ക് എടുക്കണം, പിന്നെ അത് സ്കൂളിലിട്ട് അവളെ ഒരുക്കി വിടണം. ഹെയറൊന്നും ശരിയാക്കി വെക്കാനൊന്നും എനിക്കറിയത്തില്ല, അത് പ്രയാസമാണ്. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്, അതിനുള്ള ടൈമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഡ്രസ്സ് തിരിച്ച് കൊണ്ടു കൊടുക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഞാനിതിനെ തടഞ്ഞു. ഞാൻ പറയും വേണ്ട, ഡാൻസ് വല്ലപ്പോഴും അങ്ങനെ ഓർമ്മത്തിന് ചേർന്നാൽ മതി, വേണ്ട. എന്താ അവളുടെ ആ അധ്വാനം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ ഞാൻ അടിച്ചമർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവളിലുണ്ടാവുന്നതാണ് ഇൻഫീരിയോറിറ്റി, അപകർഷതാ മനോഭാവം. അപകർഷതയാണ് ആ കുഞ്ഞിനുണ്ടാവുന്നത്. എന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ചോദിച്ചു, മോളെ നിങ്ങൾക്ക് യൂത്ത് ഫെസ്റ്റിവലൊന്നും ഇല്ലേ, വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലയോ? ഓ
അമ്മ അതിനൊന്നും സമ്മതിക്കത്തില്ലല്ലോ, എനിക്കതൊന്നും അങ്ങോട്ട് താല്പര്യമില്ല, ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ലാംഗ്വേജ്, ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഭാഷയും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവളുടെ ഏത് ഫാക്ടറാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപകർഷത, അധ്വാനം കംപ്ലീറ്റ്ലി കുറഞ്ഞുകൊണ്ട് വന്നിരുന്നു. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ടുള്ള അവൾ ആക്റ്റീവ്നെസ് കുറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായത്, നമുക്ക് എറിക്സനെയൊക്കെ അറിയാമെങ്കിലും ആസ് എ മദർ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടായിരിക്കും നോക്കിയത്. ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, നിരുത്സാഹപ്പെടുത്താതെ അവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. സംഘബന്ധ കാലങ്ങളാണ്, സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നു എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെട്ട് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് കേട്ടോ. സ്കൂൾ ഏജ് ആണേ സംഘബന്ധങ്ങളുടെ കാലം. അപ്പം ഇത് ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ പറഞ്ഞ എക്സ്പ്ലനേഷനും കൂടെ ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. അടുത്തതാണ് ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ എന്തായിരിക്കും? കൗമാരകാലമാണ്. കൗമാരകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും വയസ്സ് ഏതായിരിക്കും? 12 to 18 വയസ്സ്. ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ എല്ലാം 2 മലയാളം ടേമുണ്ട്. വ്യക്തിത്വ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപക പ്രതിസന്ധി, അല്ലെങ്കിൽ സ്വാവബോധം, റോൾ സംശയം, രണ്ടും വരാം. വ്യക്തിത്വ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപന പ്രതിസന്ധി. ഇവിടെ സ്വാവബോധം, റോൾ സംശയം. 12 to 18 വയസ്സാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കൗമാരകാലമാണ്. നമുക്ക് നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ആരാണ്, എൻ്റെ കഴിവുകൾ എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ ഭാവിയിൽ ആരായിരിക്കണം, എൻ്റെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം, എനിക്ക് ഇന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ സ്വന്തമായ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്, അതെന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫായാലും അവരുടെ മുന്നോട്ടുള്ള ഒരു സാമൂഹിക ജീവിതമായാലും വളരെ നന്നായിട്ട് പോകും. അതേസമയം തൻ്റെ റോൾ എന്താണെന്നറിയില്ല, താനൊരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല, തൻ്റെ ഇപ്പോഴത്തെ ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ച് അറിയത്തില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ അവരുടെ ഒരു ജീവിതം ഒരു ഫിസിക്കലായാലും മെൻ്റലായാലും അതുപോലെ തന്നെ സാമൂഹികമായാലും വൈകാരികമായാലും ഇമോഷണലായിട്ടായാലും അങ്ങനെയുള്ള വികാസനങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കത്തില്ല. മൊത്തത്തിലെല്ലാം സംശയമായിട്ട് നടക്കും അല്ലേ? കൗമാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ബുദ്ധിഭ്രമത്തിൻ്റെ കാലമെന്ന് കൗമാരത്തെ വിളിച്ചതാരാ? ഹോളിംഗ്വർത്ത്. ബുദ്ധിഭ്രമത്തിൻ്റെ കാലമാണ് കൗമാരം എന്ന് വിളിച്ചതാരാ? ഹോളിംഗ്വർത്ത്. അത്രയ്ക്ക് വളരെ ശക്തമായിട്ടൊരു കാലമാണ്. കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും കാലമാണ് കൗമാരം എന്ന് വിളിച്ചതാരാ? സ്റ്റാൻലി ഹള്ള്. അത്രയ്ക്ക് പ്രക്ഷോഭമായിട്ടുള്ള ഈ കൗമാരകാലത്തിൽ എല്ലാ കാര്യങ്ങളും സംശയമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ റോളിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാകുക. അതിനുറപ്പായിട്ടും പേരൻസും അധ്യാപകരും ഒക്കെയാണ് സഹായിക്കേണ്ടത്. അങ്ങനെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ സംശയം ചോദിക്കും. ആ സംശയം ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നിനക്ക് പറയേണ്ട പ്രായമായില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി കളയുകയാണെങ്കിൽ അവരിൽ എല്ലാ കാര്യങ്ങൾക്കും സംശയമായിരിക്കും. അവർക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ച് തന്നെ ഒരു ബോധമില്ലാത്ത അവസ്ഥ വരും. തൻ്റെ ശരീരത്തെക്കുറിച്ചോ തൻ്റെ മാനസിക നിലയെക്കുറിച്ചോ തൻ്റെ ഇമോഷണലായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ചോ ഒന്നും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഇല്ലാതെ, കൃത്യമായിട്ടുള്ള സംശയം കൃത്യമായിട്ട് ദൂരീകരിക്കപ്പെടാതെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതിൽ നിന്നും സഹായിക്കേണ്ടത് ഈ സമയത്ത് ആരാ? പേരൻസ് ആണ് പ്രധാനമായിട്ടും. അതിനുശേഷം അതിനോടൊപ്പം ആരാ? അധ്യാപകരും. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ, വ്യക്തിത്വ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപക പ്രതിസന്ധി. 12 to 18 വയസ്സാണ്. അടുത്തതാണ് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ. ഏതായിരിക്കും? 18 to 35 വയസ്സാണ്. ഈ സമയത്ത് നിങ്ങൾക്കറിയാം കല്യാണപ്രായമൊക്കെ ആയി, ഒന്നുകിൽ പങ്കാളിയോട് വളരെയധികം ഇൻറ്റിമസി പുലർത്തുന്നു, അത് ശരിയായ രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെടലൊന്നും ഉണ്ടാകത്തില്ല, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ഇനി പങ്കാളിയല്ല, കൊളീഗ്സ് ആയിരിക്കും, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ബന്ധുക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, പരിചയക്കാരായിരിക്കും. അപ്പോൾ അവരോടൊക്കെ നല്ല രീതിയിലുള്ളൊരു അപ്രോച്ച് ഉണ്ടാകുകയാണ്. അവരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു സഹകരണ മനോഭാവം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ആഴത്തിലുള്ള അടുപ്പം, ഒരു ഇൻറ്റിമസി ഉണ്ടാകും. അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും അത്രക്കാരിൽ. എന്നാൽ എല്ലാവരും ഉണ്ട്, ആരുമില്ല. ആൾക്കൂട്ടത്തിൽ തനിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആരുമില്ലാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻറ്റിമസി കിട്ടിയില്ല എങ്കിൽ ആരിൽ നിന്നും അവരിൽ ഏത് ഫാക്ടറെ വരൂ? ഒറ്റപ്പെടലായി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ ഒറ്റപ്പെടുന്നവർ പിന്നീട് അങ്ങോട്ടും അവരുടെ ജീവിതത്തിൽ ആ ഒറ്റപ്പെടൽ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും അതിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇൻറ്റിമസിയോടെ ആരെങ്കിലും സമീപിച്ചാൽ തന്നെ അവർക്ക് ചിലപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ നല്ല രീതിയിലുള്ള കൂട്ടുകാരും സുഹൃത്തുക്കളും കൊളീഗ്സും അതുപോലെ തന്നെ പങ്കാളിയും
ബന്ധുക്കാരും നമ്മുടെ വീട്ടുകാരും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലവരായിട്ടുള്ള സാമൂഹിക ജീവികളും അവരൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു ഘടകമായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഐസൊലേഷൻ വരുന്നത്, ഒറ്റപ്പെടൽ വരുന്നത് കേട്ടോ. 18 to 35 വയസ്സ്. അടുത്ത ഘട്ടമാണ് ഉൽപാദനക്ഷമത അല്ലെങ്കിൽ നിശ്ചലത, ജനറേറ്റിവിറ്റി വെസ് സ്റ്റാഗ്നേഷൻ. 35 to 60 വയസ്സ്, ഒരു മധ്യവയസ്സായല്ലോ, 35 to 60 വയസ്സ്. ആ 35 to 60 വയസ്സിൻ്റെ പ്രത്യേകത എന്തുമായിരിക്കും? നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക, സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം കിടന്ന് കഷ്ടപ്പെടുക അല്ലേ. നമ്മളിപ്പം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, നാളെ കാലത്ത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിനൊരു തെളിവ് വേണം അല്ലേ. അല്ലാതെ കുറേ പണം സമ്പാദിക്കുക എന്നല്ല. ഈ ഒരു പ്രായത്തിൽ കടന്ന് ഈ 35 to 60 വയസ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നമ്മളുടെ പേര് നാളെ കാലത്ത് നമ്മളില്ലെങ്കിൽ പോലും അറിഞ്ഞിരിക്കണം. നമ്മൾ ചില അധ്യാപകരെ കുറിച്ച് അറിയത്തില്ലേ, അയ്യോ എപ്പോഴും ആ ടീച്ചർ, ശോശമ്മ ടീച്ചർ, എലിസബത്ത് ടീച്ചർ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. എന്താ, അവരത്രത്തോളം നമ്മളിൽ പ്രാവീണ്യം ചെലുത്തിയവരാണ്. സമൂഹത്തിന്, കുട്ടികൾക്കൊക്കെ അത്രയും നല്ല മാതൃകയും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊണ്ടുപോയിട്ടുള്ളവരാണ്, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. അപ്പം ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നു, നമ്മുടേതായിട്ടുള്ള സ്ഥാനം സമൂഹത്തിൽ ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഘട്ടമാണ് ഉൽപാദനക്ഷമത, ജനറേറ്റിവിറ്റി. ഇനി ഇത് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഇതിനൊരു അവസരം ലഭിച്ചില്ല, ഇപ്പം ഞാൻ ക്ലാസ്സിന് വന്നില്ല, ഞാൻ വീട്ടിൽ ചോറും കറിയും വെച്ച് തന്നെ നമ്മൾ ഇരിക്കുവാണെന്ന് വിചാരിക്കുക, എനിക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ എന്തെങ്കിലും ഒരു പേര് എവിടെയെങ്കിലും ഉയർത്തി കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഏത് വരുന്നത്? സ്റ്റാഗ്നേഷൻ. അങ്ങനെയുള്ളപ്പോഴാണ് എന്ത് വരുന്നത്? സ്റ്റാഗ്നേഷൻ, ഒരു നിശ്ചലത വരുന്നത്. നമ്മളൊന്നും ചെയ്തില്ല, ഇത്രയും നാൾ നമ്മൾ വെറുതെ ഇരുന്ന് പോയി. 35 to 60 വയസ്സിനിടയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. നമ്മൾ നന്നായിട്ട് ശ്രമിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്, നമ്മൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റിവിറ്റി എന്ന ഘടകമാണ് ഉണ്ടാകുന്നത്. മറിച്ചാണെങ്കിലോ, നമ്മളൊന്നും ചെയ്യാതെ വെറുതെ ഫോണും തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുവാണെങ്കിലോ നമ്മളിൽ എന്തായിരിക്കും വരുന്നത്? നിശ്ചലതയാണ്, സ്റ്റാഗ്നേഷനാണ് വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ അതിന് വേറെ മാർഗ്ഗങ്ങളുമില്ല. അപ്പോൾ അതാണ് 35 to 60 വയസ്സ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തതാണ് അഹം ആർജവം അല്ലെങ്കിൽ നിരാശ, ഈഗോ ഇൻ്റഗ്രേറ്റീവ് ഡിസ്പെയർ. 60 വയസ്സിന് മുകളിലാണ്. ഈ സമയം നമ്മൾ ഏകദേശം ഒരു റിട്ടയർഡ് ലൈഫ് അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഈ സമയം നമ്മൾ എന്താണ്? അഹമാർജവം. നമ്മൾ ആലോചിക്കും, ഇത്രയും നാളും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് എന്തെങ്കിലും സംതൃപ്തി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റി. ഇപ്പോഴും ഞാൻ പറയുന്നു, പണം, സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞു, സമൂഹത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഒരിടത്ത് വളരെയധികം ശാന്തനായിരുന്നു നമ്മളെക്കുറിച്ച്, നമ്മുടെ പോയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. അപ്പോഴാണ് അഹമാർജവം. ഓക്കെ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, ഇന്ന മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ കഴിഞ്ഞു, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പഠനങ്ങൾ നടത്താൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളായിക്കോട്ടെ, പഠനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യം, എൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായി നോക്കാൻ കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇതൊക്കെയാണ് അഹമാർജവം എന്ന് പറയുന്നൊരു ടൈം. അപ്പോൾ ഈ അഹമാർജവം, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഏത് ഫാക്ടർ എന്നിൽ വരുന്നത്? അഹമാർജവം. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത്രയും നാളും 60 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള കാര്യമായി പറയുന്നത്, ഈ 60 വയസ്സ് വരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ പ്രൊഡക്റ്റീവേ അല്ലായിരുന്നു, എനിക്ക് ഇത്ര കഴിവുകൾ ഉണ്ടായിട്ടും ഞാൻ കൃത്യമായിട്ട് അത് പ്രയോഗിച്ചിട്ടേയില്ല. ആ സമയത്ത് നമ്മളിൽ വരുന്ന ഫാക്ടറാണ് നിരാശ. അയ്യോ, ആ നിരാശ ഈ സമയത്ത് വന്നാലുള്ള അവസ്ഥ, ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം കൂടുതൽ, ഇപ്പോഴല്ല, പണ്ടത്തെ ഒരു രീതി വെച്ചിട്ട് പറയുവാണെങ്കിൽ. എന്നാൽ പോലും നമ്മൾ ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ കുറേയൊക്കെ വീക്കായിരുന്ന സമയത്താണ്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഇത്രയും നാളും എന്നൊരു ഫാക്ടർ എന്നാൽ നിരാശ വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നീട് നമ്മളുടെ സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തകൾ പോലും നമ്മൾ ദൈവത്തിനോടൊക്കെ അടുക്കുന്ന ഒരു സമയമാണ് ഈ 60 വയസ്സിന് ശേഷം. ചിലർ, അതിനകത്ത് 2 കാറ്റഗറിക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്പിരിച്വലായിട്ട് ചിന്തകളുള്ളവർ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ. ഏതായാലും നമുക്ക് ഈ സമയം ഒരു നിരാശ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള നമ്മുടെ റെസ്റ്റ് ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ഇത്രയുമാണ് എറിക്സന്റെ പ്രധാനപ്പെട്ട വികാസഘട്ടങ്ങൾ. അപ്പോൾ എറിക്സന്റെ വികാസഘട്ടങ്ങളുടെ പ്രത്യേകത എന്തുവായിരുന്നു? എറിക്സന്റെ വികാസഘട്ടങ്ങളുടെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞ കാര്യം എന്തുവായിരുന്നു? നമ്മളുടെ ഒരു വ്യക്തി കടന്നു പോകുന്നത് 8 പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ്. ഓരോ പ്രതിസന്ധിയും കൃത്യമായ രീതിയിൽ തരണം ചെയ്താൽ അവർക്ക് ചില നല്ല നല്ല ഫാക്ടറുകൾ കിട്ടും. അത് തരണം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അസ്വാഭാവികമായിട്ടുള്ള ചില ഘടകങ്ങൾ നമ്മളിൽ തന്നെ ഉറച്ചിരിക്കുന്നത്. അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സംഭവം.
ക്ലിയർ ആയോ? പ്രധാനപ്പെട്ട 8 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? വിശ്വാസം അവിശ്വാസം. ജനനം ടു 1.5 വയസ്സായിരുന്നു. വിശ്വാസം അവിശ്വാസം ജനനം ടു 1.5 വയസ്സ്. അതിലെ രണ്ടാമത്തെ ഘട്ടം ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓട്ടോണോമി വെസ് ഷെയിം ഓർ ഡൗട്ട്. ഓട്ടോണോമി വെസ് ഷെയിം ഓർ ഡൗട്ടിന് 1.5 to 3 വയസ്സ് വരെയാണ് കേട്ടോ. നിങ്ങളെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. 1.5 to 3 വയസ്സ് വരെയാണ് ഓട്ടോണോമി വെസ് ഷെയിം ഓർ ഡൗട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വെസ് ഗിൽറ്റ്. അത് 3 to 6 വയസ്സ് വരെയാണ്. അതിനുശേഷമുള്ളതാണ് നമ്മൾ അധ്വാനം അപകർഷത, അത് ഇൻഡസ്ട്രി വെസ് ഇൻഫീരിയോറിറ്റി, 6 to 12 വയസ്സ് വരെ സ്കൂൾ ഏജ് ആണ്. അതിനുശേഷമാണ് ഐഡൻറ്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് 12 to 18 ആണ്. വ്യക്തിത്വ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപക പ്രതിസന്ധി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ, ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, 35 to 60 വയസ്സ് വരെ. അതിനുശേഷമാണ് എന്തെന്ന് പറയുന്നത്? ഉൽപാദനക്ഷമത അല്ലെങ്കിൽ നിശ്ചലത, ജനറേറ്റിവിറ്റി വെസ് സ്റ്റാഗ്നേഷൻ, ഒരു നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതേത് സമയത്താണ്? നമ്മുടെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ. നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞത്, ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ 18 to 35 വയസ്സാട്ടോ. 18 to 35 വയസ്സാണ് ഇൻറ്റിമസി വെസ് ഐസൊലേഷൻ വന്നത്. അതിനുശേഷം ഉൽപാദനക്ഷമത നിശ്ചലത, അത് 35 to 60 വയസ്സ് വരെയാണ്. ഏറ്റവും ലാസ്റ്റിലെത്തതാണ് നമ്മുടെ അകമാർജവം അല്ലെങ്കിൽ നിരാശ, ഈഗോ ഇൻറ്റഗ്രിറ്റി വെസ് ഡിസ്പെയർ എന്ന് പറയുന്നത് മുകളിലാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 8 പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മളുടെ എറിക്സന്റെ ഒരു വികാസഘട്ടങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 4 ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. അതിലെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റിയും ഐഡന്റിഫൈ യൂത്ത് ആൻഡ് ക്രൈസിസുമാണ്. ഇത്രയും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എറിക്സന്റെ ജന്മദേശം ജർമ്മനിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ മനോസാമൂഹിക വികാസ സിദ്ധാന്തം ആവിഷ്കരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ചു വരിക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.